ഹലോ ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചുമ, പനി, കഫക്കെട്ട്, ദഹനക്കുറവ് എന്ന് വേണ്ട പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പിടിപെടാറുണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരേ ഒരു റെമഡിയാണിത്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് അധികം എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു മരുന്നാണ്, നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇഞ്ചി, നാടൻ ഇഞ്ചി എടുക്കാൻ നോക്കുക. നല്ല നാരും എരിവും ഉള്ള ഇഞ്ചിയാണ് നല്ലത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചിയൊക്കെ നല്ല വണ്ണമുള്ള ഇഞ്ചിക്ക് നീര് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് എരിവ് കുറവായിരിക്കും. അപ്പോൾ കഴിയണത് നാടൻ ഇഞ്ചി എടുക്കാൻ നോക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 പനിക്കൂർക്കലില. പനിയൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ്. അതോടൊപ്പം ജലദോഷം ഒക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ്. പിന്നെ ചേർത്തിരിക്കുന്നത് ആടലോടകമാണ്. ആടലോടകം 2 തരം ആടലോടകമുണ്ട്. ചെറു ആടലോടകവും വലുത് നമുക്ക് പണ്ട് കാലങ്ങളൊക്കെ വേലിയൊക്കെ കെട്ടാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചെറു ആടലോടകമാണ് മരുന്നായി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചെറുതാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കേണ്ടത്. അത് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിടി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത തുളസിയിലയാണ്, അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെയാണ് ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇതിൽ ചണ്ടിയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല, ഇതിൻ്റെ സത്ത് മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു മരുന്നാണിത്. നമ്മൾ ഈ തൊണ്ട ചൊറിച്ചൽ, കഫക്കെട്ട്, പിന്നെ നെഞ്ചിന് നമ്മൾക്ക് നല്ലപോലെ കഫം നിറഞ്ഞിട്ട് ഒരു വേദന അതൊക്കെ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ഈ ഒരു മരുന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇത് ഇത് നമുക്ക് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. നല്ലൊരു എരിവും അതോടൊപ്പം ഒരു തണുപ്പും ഒക്കെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഗുണം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വൈദ്യരായിട്ടുള്ള അമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മഴക്കാലങ്ങളിൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. അതിനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മെൽറ്റാക്കിയ കരിപ്പട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കരിപ്പട്ടി കുറച്ച് മെൽറ്റാക്കി എടുത്തിട്ട് വെള്ളം ചേർത്ത് മെൽറ്റാക്കി എടുത്തതാണ്. ഇതിൽ കരിപ്പട്ടിയോ അല്ലെങ്കിൽ നമ്മൾ തെങ്ങിൻ ശർക്കരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ ആണ് ഉപയോഗിക്കാറുള്ളത്. അതൊന്നും കിട്ടിയില്ല എങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ നമ്മുടെ സാധാ ശർക്കര ഉപയോഗിച്ചാൽ മതി. അതൊന്ന് മെൽറ്റാക്കി അരിച്ചെടുക്കുക. അതിൽ ചെറിയ പൊടിയോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് വന്ന് അത് വെന്ത് വരുമ്പോൾ നല്ല ഒരു സുഗന്ധമാണ് നമുക്ക് റൂമിലൊക്കെ നിറയാം. നല്ലൊരു മരുന്നിൻ്റെ മണമാണ് ഉണ്ടാവുക. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് പതഞ്ഞ് അതായത് പൊങ്ങി വെളിയിലേക്കെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിന്ന് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. പണ്ട് കാലങ്ങളിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശന്മാരും ഒക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവർ ഇത് ആക്കിയിട്ട് വീടുകളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറിയ കവറുകളിൽ നമ്മൾ മിഠായിയൊക്കെ കെട്ടുമല്ലോ, കാരക്ക മിഠായിയൊക്കെ കെട്ടുന്ന പോലെ അതുപോലെ കെട്ടിയിട്ട് ഡപ്പകളിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ പനിയും അതുപോലെ ചുമയും ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ഇതാണ് കഴിക്കാറ്. മറ്റു മരുന്നുകളൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതാണ് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. അപ്പോൾ അധികവും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ നല്ലപോലെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. പണ്ടൊക്കെ ഇത് ലേഹ്യമാക്കി വെക്കും. ഞങ്ങൾ ലേഹ്യമാക്കിയിട്ട് ഒരു ബോട്ടിലിൽ അടച്ച് വെക്കും. ലേഹ്യമാക്കുന്ന സമയത്ത് ഇതിൽ മറ്റു മരുന്നുകൾ കുറച്ചുകൂടെ മരുന്നുകൾ ചേർക്കാറുണ്ട്. അതിനുശേഷമാണ് ഇത് ലേഹ്യമാക്കി ഉണ്ടാക്കി വെക്കാറുള്ളത്. അതിൽ നിന്ന് 1 സ്പൂൺ നമ്മൾ ഇപ്പം കഫക്കെട്ടും ചുമയൊക്കെ ഉള്ള സമയത്ത് അതിൽ നിന്ന് 1 സ്പൂണ് എടുത്ത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്.
ഒരു 2 പ്രാവശ്യം കഴിക്കുമ്പം തന്നെ നല്ലൊരു ശമനമാണ് ഉണ്ടാവുക. നല്ല അസുഖങ്ങൾക്കൊക്കെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ മിഠായി ഇപ്പം പിന്നെ നമ്മൾ പലതരത്തിലുള്ള മിഠായി മോഡലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് മിഠായി മാതിരി ആക്കി ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ കുറുകി അതിൻ്റെ പാകമാക്കി എടുക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ദുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ കല്ലുപ്പ് ചേർത്ത് കൊടുത്താലും മതി. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അരികിൽ നിന്നൊക്കെ നമുക്ക് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് അത് മിക്സ് ചെയ്ത് അത് ചുരണ്ടി എടുക്കണം. ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കണം. ഒന്ന് കൈ വെച്ചിട്ട് തൊട്ട് വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു നൂൽ പോലെ ഒന്ന് ഒട്ടി വരും. അങ്ങനെയല്ല, അതിനും കുറച്ചും കൂടെ നമുക്ക് പാകാവാനുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയി കെട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു കുറച്ചൊരു വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് വെക്കുക. അതിനുശേഷം ഇതൊന്ന് ഇതുപോലെ എടുത്ത് നമ്മളൊന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി നോക്കുമ്പോൾ നല്ല പോലെ അത് ഉരുണ്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. കണ്ടില്ലേ? നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു മോഡിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോഡിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറി ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിതെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു മോഡിലേക്ക് നമുക്ക് മാറ്റാം. അതല്ല ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഒന്ന് കുറച്ചൊരു പച്ചവെള്ളത്തിൽ ഒന്ന് കൈമുക്കിയിട്ട് ഇതൊന്ന് ഒരു സ്പൂണിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒരു കവറിലാക്കിയിട്ട് നമ്മൾ മിഠായി കെട്ടുന്ന മാതിരി ഇരുവശവും ചുരുട്ടി വെച്ചിട്ട് നമുക്ക് അങ്ങനെയായാലും ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി, വലിയതാക്കി എടുക്കരുത്. ചെറിയതാക്കിയിട്ട് എടുത്താൽ മതി. നമ്മളത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഗുണം നമുക്ക് അറിയാൻ പറ്റും. നമ്മളത് കഴിക്കുമ്പോൾ ആ ചെറിയ എരിവും മധുരവും അതേപോലെ ഒരു ചെറിയ തണുപ്പും ഒക്കെ നമ്മുടെ ആ അനനാളം വഴി നമുക്ക് നല്ലപോലെ ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം നമ്മുടെ ആ തൊണ്ടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ചൊറിച്ചിൽ കിരിയിരിപ്പൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് കുറേ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഷേപ്പിലൊന്നല്ലല്ലോ കാര്യം ഇരിക്കണത്, നമുക്ക് ഗുണത്തിലാണല്ലോ കാര്യം ഇരിക്കണത്. അപ്പം ഞാൻ ഈ മോഡൽ ഇങ്ങനെ ഒഴിച്ചപ്പോൾ ഈ ചെറിയ മോഡാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറി വന്നതാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാനൊരു കവറിൽ അല്ല ഒരു ബോട്ടിലാക്കിയിട്ട് ഇത് എടുത്ത് വയ്ക്കാറാണ് പതിവ്. അപ്പോൾ ഈ മരുന്ന് മിഠായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.